Hi students, welcome to our JEE Mains question discussions. So, നമ്മുടെ ജാനുവരി 28 ആഫ്റ്റർനൂൺ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനിലേക്കാണ് വരുന്നത്. മൈസെൽഫ് രൂപ വർഗീസ്, ഞാൻ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജാനുവരി 28 ആഫ്റ്റർനൂൺ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു കളഞ്ഞേക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനായിട്ട് കെമിക്കൽ കൈനറ്റിക്സിൽ നിന്ന് തന്നെയുള്ളൊരു ക്വസ്റ്റ്യനാണ്. കൺസിഡർ ദി എലമെൻ്ററി റിയാക്ഷൻ എ ഗ്യാസ് പ്ലസ് ബി ഗ്യാസ് ഗീവിങ് സി ഗ്യാസ് പ്ലസ് ഡി ഗ്യാസ്. If the volume of the reaction mixture is suddenly reduced to 1/3 of its initial volume, the reaction rate will become x times of this original reaction rate. The value of x. അതായത് തന്നിരിക്കുന്ന റിയാക്ഷൻ മിക്സ്ചറിൻ്റെ വോളിയം 1/3 ആയിട്ട് റെഡ്യൂസ് ചെയ്താൽ what will happen to the rate of the reaction? That's our question. So let's see. Considering the given reaction, let's assume that it's an elementary reaction. Otherwise, we cannot do this. So elementary reaction ആയിട്ട് assume ചെയ്യുകയാണെങ്കിൽ റേറ്റ് എക്സ്പ്രഷൻ വരേണ്ടത് rate expression varendada rate will be equal to rate constant into concentration of the reactant raised to their power as stoichiometry. So 1 എന്ന് വരും. concentration of A into concentration of B വരും. പക്ഷേ ഇവർ ചെയ്തേക്കുന്നത് വോളിയം 1/3 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. So if the volume is reduced to 1/3 of its initial quantity, then what will happen to its concentration? So initial concentration എന്ന് പറയുന്നത് number of moles of A. So let's rewrite it as K into number of moles of A divided by a particular volume into number of moles of B divided by a particular volume. So volume പുതിയ കേസിൽ അപ്പോൾ ഇതിനെ ഞാൻ R1 എന്ന് വിളിച്ചു, റേറ്റ് R1. ഞാൻ അല്ലെങ്കിൽ റേറ്റ് ഇനിഷ്യൽ ഫൈനൽ റേറ്റ് ആയിട്ട് RF എന്ന് വിളിച്ചു. RFനകത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ റേറ്റ് കോൺസ്റ്റൻറ്റ് സ്റ്റിൽ ദ സെയിം അൺലെസ് ദ ടെമ്പറേച്ചർ ചേഞ്ചസ്. സോ K കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. സോ NA ഡിവൈഡഡ് ബൈ വോളിയം ഹാസ് ബീൻ reduced to 1/3 of its initial volume. So initial വോളിയത്തിൻ്റെ 1/3 ആക്കി. സോ V എന്ന് പറഞ്ഞ് V/3 ആയി മാറി. സോ NB ഡിവൈഡഡ് ബൈ V/3 ആയിട്ട് മാറി. സോ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോഴേക്കും NA ഡിവൈഡഡ് ബൈ V മൾട്ടിപ്ലൈഡ് ബൈ 3 NB ഡിവൈഡഡ് ബൈ V മൾട്ടിപ്ലൈഡ് ബൈ 3. അങ്ങനെയെങ്കിൽ 3യും 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 9 ആക്കാം. സോ 9 ഇൻറ്റു K ഇൻറ്റു NA ഡിവൈഡഡ് ബൈ V ഇൻറ്റു NB ഡിവൈഡഡ് ബൈ V. സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ K ഇൻറ്റു NA ബൈ V ഇൻറ്റു NB ബൈ V എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ദ ഒറിജിനൽ റേറ്റ് RI ആണ്. സോ ദെയർഫോർ RF വിൽ ബി 9 ഇൻറ്റു RI എന്ന് വരും. 9 RI എന്ന് വരും. 9 RI. സോ ഇനിഷ്യൽ റേറ്റിൻ്റെ 9 ടൈംസ് ആവും. ഇനിഷ്യൽ റേറ്റിൻ്റെ 9 ടൈംസ് ആവും. സോ ആൻസർ വിൽ ബി 2. ഓപ്ഷൻ 2 വിൽ ബി എ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2. 51st question. Let's see the 52nd question. 52nd question. The amphoteric oxides among V2O3, V2O4 and V2O5 upon reaction with alkali leads to the formation of an oxide anion. The oxidation state of vanadium in the oxide anion. So തന്നിരിക്കുന്ന V2O3, V2O4 and V2O5 upon reaction with an alkali lead to the formation of an oxide anion. പക്ഷേ ഇവർ പറഞ്ഞിട്ടുണ്ട് ഈ തന്നിരിക്കുന്ന 3 പേരിലെ ആംഫോട്ടറിക് ആയിട്ടുള്ള ആളെ ഈ റിയാക്ഷൻ തരത്തുള്ളൂ. ആംഫോട്ടറിക് ആയിട്ടുള്ള ആളെന്ന് പറയുമ്പോൾ അതിൽ V2O5 V2O5 ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും what will happen that it will become VO4 മൈനസ് ആയിട്ട് മാറും അല്ലേ. VO4 3- ആയിട്ട് മാറും. ആ VO4 3- വനേഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. അതാണല്ലോ ചോദ്യം. സോ ഇത് X ആയിട്ട് എടുക്കുകയാണെങ്കിൽ X പ്ലസ് ഓക്സിജൻ്റെ നോർമൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ഇൻറ്റു 4 ഈക്വൽ ടു -3 ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ X -8 ഈക്വൽ ടു -3. X will be equal to 8 minus 3, that will be +5 എന്ന് വരും. +5 vanadium +5 എന്ന് വരും. +5 എന്ന് വരും. So answer will be option 3. Option 3 will be a correct answer. 52 option 3. Hope you got it. Let's see the 53rd question. 53rd question ഒരു മെട്രിക്സ് മാച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 തന്നിട്ടുണ്ട്. ലിസ്റ്റ് 1 കുറച്ച് കാർബോഹൈഡ്രേറ്റ്സുകൾ അല്ലെങ്കിൽ സാക്കറൈഡ്സിനെ കുറിച്ച് തന്നിട്ടുണ്ട്. ആൻഡ് ലിസ്റ്റ് 2 അവർക്കിടയിലുള്ള ഗ്ലൈക്കോസിഡിക് ലിങ്കേജസ്. ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. സോ sucrose is actually a disaccharide of glucose and fructose. So disaccharide of glucose and fructose, and the peculiarity of this glucose is this is alpha D plus glucose and fructose is beta D minus fructose. These are linked together by an
alpha glycosidic linkage between the C1 of glucose and the C2 of fructose. So C1, C2 alpha glycosidic linkage. C1, C2 alpha glycosidic linkage between alpha D glucose and beta D fructose. So sucrosil alpha D glucose in the first carbon, beta D fructose in the second carbon. So A matches with 3. A matches with 3. Maltose. Maltose is a disaccharide of glucose itself. So alpha D glucose മറ്റൊരു ആൽഫ ഡി ഗ്ലൂക്കോസും മറ്റൊരു ആൽഫ ഡി ഗ്ലൂക്കോസിൻ്റെയും C1 C4 ആൽഫ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. C1 C4 ആൽഫ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് മാൾട്ടോസ് എന്ന് പറയുന്നയാൾ. സോ ഒരു ആൽഫ ഡി ഗ്ലൂക്കോസിൻ്റെയും മറ്റൊരു ആൽഫ ഡി ഗ്ലൂക്കോസിൻ്റെയും C1 C4 alpha glycosidic linkage. So maltose matches with 1. Maltose matches with 1. Lactose. ലാക്ടോസിലേക്ക് നോക്കുകയാണെങ്കിൽ ലാക്ടോസ് എന്ന് പറയുന്നയാൾ ബീറ്റ ഡി ഗാലക്ടോസിൻ്റെയും ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസിൻ്റെയും കൂടെ C1 C4 ബീറ്റ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. C1 C4 ബീറ്റ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് ലാക്ടോസ് എന്ന് പറയുന്നയാൾ. സോ ലാക്ടോസ് വിൽ ബി ബീറ്റ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗാലക്ടോസിൻ്റെയും C1 C4 ബീറ്റ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. സോ ബീറ്റ ഡി ഗ്ലൂക്കോസ് ബീറ്റ ഡി ഗാലക്ടോസ് C1 C4 beta glycosyl linkage. So C matches with the 4. C matches with the 4. And in amylopectin, it is actually a branched polymer of alpha D plus glucose, and in alpha D plus glucose condenses as there will be a C1 C4 alpha glycosidic linkage giving a linear or straight chain, a straight polymeric chain, and there will be a C1 C6 alpha glycosidic linkage resulting in the formation of a branching chain. C1 C6 alpha glycosidic linkage resulting in the branching chain. So in amylopectin there will be the C1 C4 alpha glycosidic linkage of alpha glucose and C1 C6 alpha glycosidic linkage of alpha glucose. So D matches with the 3. D matches with the 3. So the correct options will be A3, B1, C4 and D. A3, oh sorry, this is amylopectin matches with the 2, right? So A3, B1, C4 and D2. A3, B1, C4 and D2. So first option 53, first option. Let's see the next question, 54th question. So that will be the 4th question from chemistry. Identify product A, B and C in the following reaction sequence. So നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ പ്രൊപ്പൈനെ തന്നിട്ടുണ്ട്. ദാറ്റ് പ്രൊപ്പൈൻ ഈസ് catalytically hydrogenated with poisoned palladium. Catalytically hydrogenated with poisoned palladium. So this propine catalytically hydrogenate ചെയ്തു with the poisoned palladium so that നിങ്ങൾക്ക് ആൽക്കീനിലേക്ക് ഈ സാധനത്തിന് എത്തിക്കാൻ പറ്റും. This alkene is subjected to ozonolysis. This alkene is subjected to reductive ozonolysis. So ozonolysis followed by this hydrolysis in presence of zinc dust. So what will happen is that this molecule will get cropped at this carbon-carbon double bond, and since it is a reductive ozonolysis, each fragments are going to be carbonyl compound. So there will be CH3CHO and the other part of the formaldehyde item. So it's a mixture of acetaldehyde and formaldehyde. So beginning from our reaction, so the first product obtained can be considered as A, that will be propene, and this could be B and that could be C or vice versa. So propine, there will be propine is there, then acetaldehyde is there, then formaldehyde is there. So that coincides with our options. So first option will be our correct answer. 54th question, first option A, B, C. Propine, acetaldehyde and formaldehyde. Hope you got it. Let's see the 55th question. So 5th question from
chemistry. Arrange the following in the increasing order of their solubility product. Solubility product. So solubility product നോക്കുകയാണെങ്കിൽ അതിൽ that's actually based on the solubility product, right? So the KSP values, and according to these principles of salt analysis and the KSP values suggest that of these the least one with the least soluble will be the mercuric sulfide. The least soluble will be mercuric sulfide. That's going to have the lowest KSP value. So mercuric sulfide is going to have the lowest KSP value because of the low solubility. And considering calcium hydroxide and AgBr, lead sulfide and HGS, this is a 1:2 electrolyte. Their solubility product will be greater. So calcium hydroxide is highly soluble in water, so the calcium hydroxide will going to have a higher KSP value. And considering AgBr and lead sulfide, the solubility product and the principles of salt analysis suggest that this PBS is going to have the KSP slightly greater than the mercuric sulfide. Then AgBr is going to have a solubility product greater than the lead sulfide. So this is our correct option. So that will coincide with the option 2. Second option will be your correct answer. Second option. 55th question, second option. Let's see the 56th question. So it's a question from the purification and characterization of organic compounds. Question നമുക്ക് നോക്കാം. The purification method based on the following physical transformation is. So they have given it like this. സോളിഡിനെ ഹീറ്റ് ചെയ്തപ്പോൾ വേപ്പറായി മാറി ആൻഡ് വേപ്പറിനെ കൂൾ ചെയ്തപ്പോൾ സോളിഡായി മാറി. ഇതെല്ലാം ഒരേ കോമ്പൗണ്ട് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് എ സോളിഡ് ഓഫ് ദ കോമ്പൗണ്ട് എക്സ് വിച്ച് ഇസ് ഹീറ്റഡ് ടു ബിക്കം ദ വേപ്പർ. സോ കോമ്പൗണ്ട് എക്സ് തന്നെയാണ്, നത്തിങ് ഹാപ്പൻ ടു ദാറ്റ് കോമ്പൗണ്ട്. ആൻഡ് വേപ്പറിനെ കൂൾ ചെയ്ത സമയത്ത് അഗെയിൻ ഇറ്റ് ഹാസ് ബിക്കം ദ സോളിഡ് ഇറ്റ് സെൽഫ്. സോ സോളിഡ് വേപ്പറായി, വേപ്പർ തിരിച്ച് സോളിഡായി. സോ സോളിഡ് വേപ്പർ ആകുന്ന പ്രോസസ്സിനെ യു ക്യാൻ കോൾ ഇറ്റ് ആസ് സബ്ലിമേഷൻ, റൈറ്റ്? സോളിഡ് വേപ്പർ ആകുന്ന പ്രോസസ്സിനെ നിങ്ങൾക്ക് സബ്ലിമേഷൻ എന്ന് വിളിക്കാം. ആൻഡ് വേപ്പേഴ്സ് സോളിഡായി മാറുന്നതിനെ ഡെപ്പോസിഷൻ ഓർ ഡീസബ്ലിമേഷൻ എന്ന് വിളിക്കാം. ഡെപ്പോസിഷൻ ഓർ ഡീസബ്ലിമേഷൻ എന്ന് വിളിക്കാം. ഡീസബ്ലിമേഷൻ. സോ അങ്ങനെയെങ്കിൽ വിച്ച് ദിസ് ടെക്നിക് ഇത് ഏത് പ്യൂരിഫിക്കേഷൻ മെത്തേഡിൽ നമുക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് ചോദിച്ചേക്കുന്നത്. സബ്ലിമേഷൻ ഇറ്റ് സെൽഫ്, സബ്ലിമേഷൻ. സോ സബ്ലൈമബിൾ നോൺ സബ്ലൈമബിൾ സോളിഡ് മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാൻ you can just go for the sublimation technique. Okay, that will be more than enough to separate these mixtures. So ഒരു sublimable non sublimable solid mixture സെപ്പറേറ്റ് ചെയ്യാൻ സബ്ലിമേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. And so you have the option. First option is your correct answer. 56th question. And chemistry in the 7th question ലേക്ക് നോക്കാം. 57th question. Identify the correct conversion during acidic hydrolysis from the following. Okay, identify the correct conversion during acidic hydrolysis from the following. Starch gives galactose. Is that possible? And we know that starch is comprised of two components, amylose and amylopectin. Both are amylopectin. Both are polymers of alpha D plus glucose. Both amylose and amylopectin, both are made up of this alpha D plus glucose. So on hydrolysis, acid catalyzed hydrolysis of starch, it's definitely going to give you alpha D plus glucose, nothing else. Okay, so alpha D plus glucose will be obtained as the product നിങ്ങൾ സ്റ്റാർച്ചിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഗാലക്ടോസ് അല്ല കിട്ടുന്നത്, മറിച്ച് ആരെയാണ് കിട്ടുന്നത്? ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസിനെയാണ് കിട്ടുന്നത്. സോ ഇതൊരു കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ല, ബി നോക്കാം. കെയിൻ ഷുഗർ ഗീവ്സ് ഈക്വൽ എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. അപ്പോൾ കെയിൻ ഷുഗർ എന്താ? കെയിൻ ഷുഗർ എന്ന് പറയുന്ന ആൾ സൂക്രോസ് അല്ലേ? Sucrose is actually alpha D plus glucopyranosum, beta D minus fructofuranosum, രണ്ടുപേരും കൂടെ ചേർന്നുണ്ടാകുന്ന C1C2 ആൽഫ ഗ്ലൈക്കോസിഡിക് ലിങ്കേജിൻ്റെ റിസൾട്ടാണ് സൂക്രോസ്. ശരിക്കും ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോപൈറനോസും ബീറ്റ ഡി മൈനസ് ഫ്രക്ടോഫ്യൂറനോസും കൂടെ ചേർന്നുണ്ടാകുന്ന, അല്ലെങ്കിൽ അവരുടെ C1C2 ആൽഫ ഗ്ലൈക്കോസിഡ് ലിങ്കേജ് ഫോർമേഷൻ വഴി ഉണ്ടാകുന്ന ഒരു കോമ്പൗണ്ടാണ് സൂക്രോസ് എന്നാണ് പറയപ്പെടുന്നത്. സോ സ്ട്രക്ചറലി അതാണ് സൂക്രോസ്.
അപ്പോൾ ശരിക്കും സുക്രോസിനെ ഹൈഡ്രലൈസ് ചെയ്താൽ ആരെയൊക്കെ കിട്ടണം? ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ സിംപിളി ഗ്ലൂക്കോസിനെയും കിട്ടണം, അതേപോലെ തന്നെ ഫ്രക്ടോസിനെയും കിട്ടണം. അപ്പോൾ രണ്ടുപേരും ഓരോ മോൾ വെച്ച് ചേർന്നിരിക്കുന്നതുകൊണ്ട് ഈക്വൽ എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസും ഈക്വൽ എമൗണ്ട് ഓഫ് ഫ്രക്ടോസും നിങ്ങൾക്ക് സുക്രോസിനെ ഹൈഡ്രലൈസ് ചെയ്താൽ കിട്ടും. സോ സ്റ്റേറ്റ്മെൻറ്റ് ബി ഈസ് ആക്ച്വലി കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ബി കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് സി ഒന്ന് നോക്കാം. മിൽക്ക് ഷുഗർ ഗീവ്സ് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം മിൽക്ക് ഷുഗർ ഈസ് ലാക്ടോസ്. ലാക്ടോസ് ഈസ് കംപ്രൈസ്ഡ് ഓഫ് beta D glucose and beta D galactose. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ beta D galactose and beta D glucose, they combine to form this lactose by the C1C4 beta glycosidic linkage. So condensation, beta glycosidic linkage, C1C4 beta glycosidic linkage ആണ് ലാക്ടോസിനെ തരുന്നത്. അപ്പോൾ ലാക്ടോസിനെ ഹൈഡ്രലൈസ് ചെയ്താൽ ആരെ കിട്ടും? ഗ്ലൂക്കോസിനെയും ഗാലക്ടോസിനെയും കിട്ടും. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. മിൽക്ക് ഷുഗർ ഇസ് ലാക്ടോസ്, ശരിയാണ്. അമൈലോപെക്റ്റിൻ ഗീവ്സ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്, ഈസ് ദാറ്റ് കറക്റ്റ്? ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണോ? അല്ലല്ലോ. കാരണം അമൈലോപെക്റ്റിൻ ഇസ് കംപ്രൈസ്ഡ് ഓഫ് only alpha D plus glucose, which condenses to form a linear polymeric chain by a C1C4 alpha glycosidic linkage, and there will be a C1C6 alpha glycosidic linkage resulting in the branching chain. So this amylopectin is a branched polymer of alpha D plus glucose. So hydrolyze ചെയ്ത് കഴിഞ്ഞാൽ ആരെ മാത്രമേ കിട്ടത്തുള്ളൂ? നിങ്ങൾക്ക് ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസിനെ മാത്രമേ കിട്ടത്തുള്ളൂ. സോ ഗ്ലൂക്കോസിനെ കിട്ടുന്നുള്ളത് ശരിയാ, ഫ്രക്ടോസിനെ കിട്ടുന്നുള്ളത് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ആൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഡി ഈസ് ആൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് ഇ അമൈലോസ് ഗീവ്സ് ഓൺലി ഗ്ലൂക്കോസ്, അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ബിക്കോസ് അമൈലോസ് ഈസ് എ ലീനിയർ പോളിമർ ഓഫ് alpha D plus glucose which are combined together by C1C4 alpha glycosidic linkage. Amylose is a linear polymer of alpha D plus glucose which are formed by the C1C4 alpha glycosidic linkage. So hydrolyze ചെയ്യുമ്പോൾ ഗ്ലൂക്കോസിനെ മാത്രമേ ആ സാധനം തരത്തുള്ളൂ. സോ ഈ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സോ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് BCE ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. BCE ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സോ 57th ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ 3 ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 3. ലെറ്റ്സ് സീ ദ 58th ക്വസ്റ്റ്യൻ. 58th ക്വസ്റ്റിനകത്ത് തെർമോഡൈനാമിക്സിലൊരു ക്വസ്റ്റ്യനൊക്കെയാണ് തന്നിരിക്കുന്നത്. ഗ്രാഫൊക്കെ തന്നിട്ടുണ്ട് ഇച്ചിരി പീഡിപ്പിക്കാനായിട്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. ദേ വിൽ ബി വോളിയം ചേഞ്ചും പ്രഷർ അനുസരിച്ച് വോളിയം. സോ ഇതൊരു PV ഡയഗ്രമാണ് തന്നിരിക്കുന്നത്. 3 കേസായിട്ട് ഒരു PV ഡയഗ്രമാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. An ideal gas undergoes a cyclic transformation starting from the point A, കാണാൻ പറ്റുന്നുണ്ടല്ലേ, point A, and coming back to the same point by tracing the path A, B, C, D, A as shown in the 3 above cases. Choose the correct options regarding delta U. അവിടെ തന്നെ ഒരു കാര്യം വ്യക്തമല്ലേ, ഡെൽറ്റ യു, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഈ പ്രോസസ്സുകളെല്ലാം നോക്കി, പ്രോസസ്സുകൾ തുടങ്ങിയത് എവിടെയാണോ, എയിൽ നിന്ന് തുടങ്ങി എയിൽ തന്നെ തിരിച്ചെത്തി, എയിൽ നിന്ന് തുടങ്ങി എയിൽ തന്നെ തിരിച്ചെത്തി, എയിൽ നിന്ന് തുടങ്ങി എയിൽ തിരിച്ചെത്തി. സോ ഡെൽറ്റ യു അല്ലെങ്കിൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്ന സാധനം ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ഫോളോഡ് അല്ലേ. ഡെൽറ്റ യു എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്ന സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. സ്റ്റേറ്റിനെ, ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ തുടങ്ങിയ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, പോയ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഉണ്ടോ? ഇനിഷ്യൽ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വന്നു. സോ സൈക്ലിക് പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. സ്റ്റേറ്റ് ഫംഗ്ഷനെ ഞാൻ സൈക്ലിക് ഇൻ്റഗ്രേഷൻ നടത്തി കഴിഞ്ഞാൽ, സൈക്ലിക് ഇൻ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആയിരിക്കും 0 ആയിരിക്കും. സോ ഡെൽറ്റ യുവിൻ്റെ വാല്യൂ 3 കേസിലും 0 ആയിരിക്കും. നിങ്ങൾ ആദ്യത്തെ കേസായാലും രണ്ടാമത്തെ കേസായാലും മൂന്നാമത്തെ കേസായാലും ഡെൽറ്റ യു എന്ന് പറയുന്നത് 0 ആയിരിക്കും. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. വൈ? ബിക്കോസ് ഇൻറ്റേർണൽ എനർജി ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ഫോളോഡ്. സോ കറക്റ്റ് ആൻസർ വിൽ ബി ഡെൽറ്റ യു ഓഫ് കേസ് 1 ഈക്വൽ ടു 0, ഡെൽറ്റ യു ഓഫ് കേസ് 2 ഈക്വൽ ടു ഡെൽറ്റ 0 എന്നുള്ള കാര്യം അവർ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 0 എഴുതിയിട്ടില്ല, പക്ഷേ 3 കേസും നമുക്ക് ഈക്വൽ ആയിട്ട് പറയാം. 3 കേസും നമുക്ക് ഈക്വൽ ആയിട്ട് പറയാം. വാല്യൂ തന്നിട്ടില്ല,
ഡെൽറ്റ യു കേസ് 1-ലും കേസ് 2-ലും കേസ് 3-ലും പാത്ത് മാറി എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ് ഫംഗ്ഷൻ മാറില്ല, അത് റിമെയിൻസ് സെയിം ആയിരിക്കും. സോ ഓപ്ഷൻ 4 വരും. ഓപ്ഷൻ 4 0 എന്നുള്ള കാര്യം തന്നിട്ടില്ല, പക്ഷേ 3 ഈക്വലാന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 9th ക്വസ്റ്റ്യൻ 59th ക്വസ്റ്റ്യൻ നോക്കാം. ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള റിയാക്ഷൻ ഹാലോ ആൽക്കൻ ഹാലൈഡിൻസിൽ നിന്നോ ഹൈഡ്രോകാർബൺസിൽ നിന്നോ ഏത് രീതിയിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഒരു മിക്സഡ് കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദി പ്രോഡക്റ്റ് ബി ഫോംഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ സീക്വൻസ് ഈസ്. അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് ബി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആൽക്കീനിലേക്ക് HCl അഡീഷൻ നടത്തിയിരിക്കുകയാണ്. സോ HCl അഡീഷൻ നടത്തുമ്പോൾ H+ ആണ് വരുന്നത്. H+ വരുമ്പോൾ പൈ ബോണ്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോളറൈസ് ചെയ്യും. ആൻഡ് യു നോ വാട്ട് ഹാപ്പൻസ് വെൻ ദി H+ അറ്റാക്സ്. A carbocation formation is more likely to happen. And considering the carbocation stability, ഇവിടെ പോസിറ്റീവ് ചാർജ് വരാം, ഇവിടെ പോസിറ്റീവ് ചാർജ് വരാം. പക്ഷേ ഈ ഞാൻ നമ്പർ ചെയ്യാം, 1 2 3 എന്ന് നമ്പർ ചെയ്യുകയാണ്. 2-ൽ പോസിറ്റീവ് ചാർജ് വരുന്നതിനേക്കാളും ഫേവറബിൾ ആണ് 3-ൽ പോസിറ്റീവ് ചാർജ് വന്നാൽ. എന്താ കാര്യം എന്ന് വെച്ചാൽ that carbocation has been stabilized by the resonance with the benzene ring. ഇതൊരു ബെൻസിലിക് കാർബോകാറ്റയോൺ ആണ്, which is stabilized by the resonance വഴി ഇത് സ്റ്റെബിലൈസ് ചെയ്യപ്പെടും. സോ ദാറ്റ് ഇസ് മോർ ലൈക്ലി ടു ബി ഒബ്സർവബിൾ. ഈ കാർബോകാറ്റയോൺ ഫോർമേഷൻ ആയിരിക്കും കുറച്ചുകൂടെ നടക്കാൻ സാധ്യത. ആ കാർബോകാറ്റയോണിലേക്ക് HCl- ദ ന്യൂക്ലിയർ ഫൈൽ ഇൻ ദ മീഡിയ അറ്റാക്ക് ചെയ്യും. HCl Cl- അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ക്ലോറിൻ വന്ന് ബൈൻഡ് ചെയ്തിട്ടുണ്ടാകും, അവിടെ ക്ലോറിൻ നിൽപ്പുണ്ടാകും. ഫൈനലി ഇതിനെ AgCN-ഉമായിട്ട് ട്രീറ്റ് ചെയ്തു. AgCN എന്ന് പറയുന്നത് ഒരു പോളാർ കോവാലൻ്റ് ആയിട്ടുള്ള ബോണ്ടാണ്, അയോണിക് ബോണ്ട് അല്ല AgCN-ലെ. സോ ഇത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ SN1 ആയാലും SN2 ആയാലും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ CN-ലെ നൈട്രജൻ്റെ ലോൺ പെയേഴ്സ് ആയിരിക്കും ഇവിടെ അറ്റാക്ക് ചെയ്യുന്നത്. സോ ദെയർഫോർ ദ പ്രോഡക്റ്റ് ഈസ് ഗോയിങ് ടു ബി ആൻ ഐസോസയനൈഡ് ആയിരിക്കും, കാരണം നൈട്രജൻ ആണ് ഇവിടെ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. സോ ദാറ്റ് വിൽ ബി ആൻ ഐസോസയനൈഡ് ആയിരിക്കും. സോ 59th ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആയിരിക്കും വരുന്നത്. ഓപ്ഷൻ 4 വരും. ഓപ്ഷൻ 4 59th ക്വസ്റ്റ്യൻ ഓപ്ഷൻ 4 വിൽ ബി എ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4. 60th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 60th ക്വസ്റ്റ്യൻ. The concentrated nitric acid is labeled as 75% by mass. The volume in ml of the solution which contains 30 grams of nitric acid. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് മാസ് ആണ്. ഓക്കെ, 75% ബൈ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പെർസെൻറ്റേജ് നൈട്രിക് ആസിഡ് 75% ആണ്. പ്രത്യേകത ഇത് വെയിറ്റ് ബൈ വെയിറ്റ് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ അതിനർത്ഥം 75 grams of nitric acid is taken in 100 gram solution ആണ്. 100 gram solution. That's actually the physical meaning of the given data. So now you have to convert the volume. Okay, so the volume of the solution in which 30 grams of nitric acid is there. അപ്പോൾ തന്നിരിക്കുന്ന 100 gram സൊല്യൂഷനെ നമുക്ക് എത്ര വോളിയം ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കണം. So if mass is provided, you know the relationship between the density and the mass. Given mass by volume ആണ് density. So therefore the volume will be mass divided by density, and the density is provided, it's given in the question. So weight is 100 gram and divided by the density 1.25. So when 100 divided by 1.25, the value is going to be 80. So there will be 80 ml. So 100 gram of the solution is equivalent to 80 ml of the solution. 100 gram of solution is equivalent to 80 ml of the solution. So 75 grams of nitric acid 80 ml സൊല്യൂഷനിലുണ്ട്. 80 ml സൊല്യൂഷനിൽ 75 gram നൈട്രിക് ആസിഡ് കിടപ്പുണ്ട്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് 30 gram നൈട്രിക് ആസിഡ് എത്ര ml സൊല്യൂഷനിൽ കാണും. 30 gram നൈട്രിക് ആസിഡ് എത്ര ml സൊല്യൂഷനിൽ കാണും. ഞാൻ XML എന്ന് വിളിച്ചു. 80 ml 75 ആണെങ്കിൽ XML 30 gram. So the value of X will be, just take it as the stoichiometric unitary method ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ value of X will be 80 into 30 divided by 75. 80 into 30 divided by 75. So considering that 2400 divided by 75. So what's going to be? Option uണ്ടല്ലേ, ന്യൂമറിക്കൽ അല്ലല്ലോ. So 32, the value will be 32 ml എന്നുണ്ട്. 32 ml. Xന്റെ വാല്യൂ 32 ml. So correct answer will be option 3. 60th question option 3. So hope you got it. നിങ്ങൾക്ക് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്.
സോ പെർസെൻറ്റേജ് 100 ഗ്രാമിലെ വെയിറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 100 ഗ്രാമിനെ മോളിത്തിലേക്ക് മാറ്റുന്ന ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ദെൻ ജസ്റ്റ് ഡു ദിസ് യൂണിറ്ററി മെത്തേഡ് കാൽക്കുലേഷൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് കാണാം. 61st ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ലിസ്റ്റ് 1. ഓക്കെ, കോംപ്ലക്സസ് തന്നിട്ടുണ്ട്. കോർഡിനേഷൻ കോംപ്ലക്സസും അവരുടെ ഹൈബ്രിഡൈസേഷൻ ഓഫ് സെൻട്രൽ ആറ്റം വെച്ച് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ചെയ്ത് നോക്കാം. കൊബാൾട്ട് COF6 3- ആണ്. COF6 3- പ്രത്യേകത, ദിസ് കൊബാൾട്ട് ഈസ് ഇൻ ദ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. കൊബാൾട്ട് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കൊബാൾട്ട് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ നമുക്ക് സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്. സോ കൊബാൾട്ട് വരേണ്ടത് 3d7 4s2 ആണ് വരേണ്ടത്. അതിൽ നിന്ന് 3 ഇലക്ട്രോൺ പോയി കഴിയുമ്പോഴേക്കും ദാറ്റ് വിൽ ബി 3d6 എന്ന് വരും. 3d6 വരും. ആൻഡ് ഫ്ലൂറിൻ ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയിട്ട്, കൊബാൾട്ടിൻ്റെ കേസിൽ പോലും ഫ്ലൂറിൻ ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആക്ട് ചെയ്യും. സോ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ നോട്ട് ബി എനി പെയറിംഗ് ഉണ്ടാവത്തില്ല. സോ പെയറിംഗ് ഇല്ലാതെ വരുമ്പോഴേക്കും D6 അങ്ങനെ തന്നെ നിൽക്കും. D6 അങ്ങനെ തന്നെ നിൽക്കും, നോ പെയറിംഗ്. സോ ഇൻ ഓർഡർ ടു അക്കോമഡേറ്റ് 6 ligands, it need to take the higher orbitals. So therefore ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും അത് കഴിഞ്ഞ് വരുന്ന 2 d ഓർബിറ്റലും കൂടെ അതിനെടുക്കേണ്ടി വരും. സോ 4d വരെ പോകേണ്ടി വരും. സോ s ഓർബിറ്റലും p ഓർബിറ്റലും d ഓർബിറ്റലും കൂടെ അതിനെടുക്കേണ്ടി വരും, s ഓർബിറ്റൽ. സോ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഇതിൽ ഇത് 3d6, ഇത് 3d6, ഇത് 4s, ഇത് 4p, ഇത് 4d. ഇത്രയും ഓർബിറ്റൽസിന് എടുക്കേണ്ടി വരും. സോ ദ ഹൈബ്രിഡൈസേഷൻ വിൽ ബി sp3d2. sp3d2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. A matches with sp3d2, A matches with 2. എക്ക് മാച്ചിങ് ആയിട്ട് 2 അല്ല 3 വരും. എക്ക് മാച്ചിങ് ആയിട്ട് 3 വരും. ആൻഡ് നിക്കൽ ടെട്രാക്ലോറൈഡ് ആണ് വന്നിരിക്കുന്നത്, നിക്കൽ ടെട്രാക്ലോറൈഡ്. സോ നിക്കൽ ടെട്രാക്ലോറൈഡിൻ്റെ പ്രത്യേകത, നിക്കൽ ഇവിടെ നോക്കുകയാണെങ്കിൽ x-4 -2. സോ നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 വരും. സോ നിക്കൽ +2-ലാണെങ്കിൽ ദാറ്റ് വിൽ ബി D8 കോൺഫിഗറേഷൻ. D8 കോൺഫിഗറേഷൻ ആയിരിക്കും നിക്കലിൻ്റെ വരുന്നത്, D8 കോൺഫിഗറേഷൻ. ആ D8 കോൺഫിഗറേഷനിൽ നിക്കൽ നിൽക്കുകയാണെങ്കിൽ D8 കോൺഫിഗറേഷൻ സോ D8 കോൺഫിഗറേഷൻ, ക്ലോറിൻ എന്ന് പറയുന്ന ആൾ ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് പെയറിങ് നടക്കത്തില്ല. സോ പെയറിങ് നടക്കാതെ വരുമ്പോഴേക്കും ഹയർ ഓർബിറ്റൽസിനെ അത് ആശ്രയിക്കേണ്ടി വരും. 4 ക്ലോറിനെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ ഒരു എസും 3 p ഓർബിറ്റലും മതിയാവും. ഒരു എസും 3 p ഓർബിറ്റൽ. സോ ദ ഹൈബ്രിഡൈസേഷൻ വിൽ ബി sp3 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും സാധനം. sp3 ഹൈബ്രിഡൈസ്ഡ്. സോ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ് നിക്കൽ വരുന്നത്. സോ B matches with 2. ആൻഡ് സീനെ കൊബാൾട്ട് ഹെക്സാമീൻ കൊബാൾട്ട് 3 ആണ് അല്ലേ, ഹെക്സാമീൻ കൊബാൾട്ട് 3 ആണ്. ആൻഡ് അമീൻ എന്ന് പറയുന്ന ആൾ കൊബാൾട്ട്. അപ്പോൾ കൊബാൾട്ട് ഈസ് ഇൻ ദ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കൊബാൾട്ട് +3-ൽ ഇരിക്കുമ്പോഴേക്കും അമോണിയ ആയതുകൊണ്ട് അമോണിയ ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യും കൊബാൾട്ട് +3-യുടെ കേസിൽ. സോ കൊബാൾട്ട് +3-യുടെ കേസിൽ അമോണിയ ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡായിട്ട് ആക്ട് ചെയ്ത് കഴിയുമ്പോൾ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ D6 ആണ്. D6 കോൺഫിഗറേഷനിൽ ഫോഴ്സ്ഫുള്ളി പെയറിങ് ചെയ്യിപ്പിക്കും. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡുകൾ ഫോഴ്സ്ഫുള്ളി ഇതിനെ പെയർ ചെയ്യിപ്പിക്കും. പെയറിങ് നടന്നു കഴിയുമ്പോഴേക്കും അതേപോലെ തന്നെ നമുക്കിവിടെ എഴുതാം. പെയറിങ് നടന്നു. സോ പെയറിങ് നടന്നു കഴിയുമ്പോഴേക്കും ഓർബിറ്റൽസ് പെയർഡ്. 2 d ഓർബിറ്റൽ ഫ്രീ ഉണ്ട്. പിന്നെ ഹയർ ഓർബിറ്റൽസിൽ എസും പിയും ഫ്രീ ഉണ്ട്. സോ 6 ലിഗാൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് 6 ഓർബിറ്റൽസ് വേണം. സോ 1 2 3 4 5 6. സോ ദ കറണ്ട് ഹൈബ്രിഡൈസേഷൻ വിൽ ബി D2sp3 എന്ന് വരും. D2sp3 ആയിരിക്കും അവരുടെ ഹൈബ്രിഡൈസേഷൻ വരുന്നത്, D2sp3. സോ C matches with the D2sp3. So C matches with the 1. Cക്ക് മാച്ചിങ് ആയിട്ട് 1 വരും. Cക്ക് മാച്ചിങ് ആയിട്ട് 62 നോക്കുകയാണെങ്കിൽ, സോ ഞാനൊന്ന് റൈസ് ചെയ്യുകയാണ്. D നോക്കുകയാണെങ്കിൽ, ഓപ്ഷൻ D നോക്കുകയാണെങ്കിൽ, ഇനി 3 കിട്ടി, ബാക്കി നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം. എന്നാലും ചെയ്ത് നോക്കാം. നിക്കൽ
ടെട്രാസയനൈഡ് ആണ് തന്നിരിക്കുന്നത്. നിക്കൽ ടെട്രാസയനൈഡ് തന്നിരിക്കുന്നു. സോ നിക്കൽ ടെട്രാസയനൈഡിൽ നിക്കലിൻ്റെ ഓക്സിഡേറ്റീവ് സ്റ്റേറ്റ് സയനൈഡ് -1 ആണ്. സോ കറണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിക്കലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് +2 ആയിട്ട് കിട്ടും. നിക്കൽ +2 ആകുന്ന സമയത്ത് ദാറ്റ് വിൽ ബി D8 കോൺഫിഗറേഷൻ. D8 കോൺഫിഗറേഷൻ. D8 കോൺഫിഗറേഷൻ. ആ D8 കോൺഫിഗറേഷനിലെ സയനൈഡ് എന്ന് പറയുന്ന ആൾ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് ഫോഴ്സ്ഫുള്ളി പെയറിങ് നടത്തിക്കും. അങ്ങനെ ഫോഴ്സ്ഫുള്ളി പെയറിങ് നടത്തിച്ച് കഴിയുമ്പോഴേക്കും പെയർഡായി 4 ഓർബിറ്റൽസ് പെയർഡായിട്ട് നിൽക്കുന്നു. ഒരു ഡിയും ബാക്കി ഹയർ ഓർബിറ്റൽസ് നിൽപ്പുണ്ട്. 4 സയനൈഡ് ലിഗാൻഡുകളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് 4 ഓർബിറ്റൽസ് വേണം. സോ 4 ഓർബിറ്റൽസുകൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ കറണ്ട് ഹൈബ്രിഡൈസേഷൻ വിൽ ബി 1 2 3 4 DsP2 ഹൈബ്രിഡൈസേഷൻ വരും. സോ DsP2 ഹൈബ്രിഡൈസേഷൻ ആകുമ്പോൾ D matches with 4. So the correct option will be A3, B2, C1 and D4. Option 2. 61st question, option 2. 61st question, option 2. Let's see the next question. The total number of compounds from below when treated with concentrated KMnO4, treated with a hot KMnO4 giving benzoic acid. So alkyl benzenes in a KMnO4 which oxidize either benzoic acid ആവണമെങ്കിൽ there is one requirement, presence of at least one benzylic hydrogen. Okay, so that's the principal requirement in order to convert an alkyl benzene into benzoic acid. The alkyl benzenes must contain at least one benzylic hydrogen. അപ്പോൾ ഇവിടെ ബെൻസിലിക് ഹൈഡ്രജൻസ് ഉള്ളവരാരാണോ അവർക്ക് ഉറപ്പായിട്ടും ഈ ഓക്സിഡേഷൻ സംഭവിക്കും. സോ ബെൻസിലിക് ഹൈഡ്രജൻ ഇവിടെ 3 ബെൻസിലിക് ഹൈഡ്രജൻസ് ഉണ്ടാവും. സോ ഉറപ്പായിട്ടും ഇതിന് ഓക്സിഡേഷൻ സംഭവിക്കും. ഇവിടെയാണ് 2 ബെൻസിലിക് ഹൈഡ്രജൻസ് ഉണ്ടാവും. സോ ഉറപ്പായിട്ട് ഓക്സിഡേഷൻ സംഭവിക്കും. ഇവിടെ ഒരു ബെൻസിലിക് ഹൈഡ്രജൻ ഉണ്ട്. സോ ഉറപ്പായിട്ട് ഓക്സിഡേഷൻ സംഭവിക്കും. പക്ഷേ ഇത് ടേർട്ട് ബ്യൂട്ടൈലാണ്. ബെൻസിലിക് ഹൈഡ്രജൻ ഇല്ലാത്തത് കൊണ്ട് ഓക്സിഡേഷൻ നടക്കത്തില്ല. ഈ സാധനം സീക്ക് ബ്യൂട്ടൈലിനെയാണ് തന്നിരിക്കുന്നത്. ഐസോബ്യൂട്ടൈലിനാണ് തന്നിരിക്കുന്നത്. ഐസോബ്യൂട്ടൈലിൻ്റെ കേസിലാണെങ്കിലും ഇവിടെ 2 ഹൈഡ്രജൻസ് ഉണ്ട്. സോ 2 ബെൻസിലിക് ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും ഓക്സിഡേഷൻ നടക്കും. ഇവിടെ പക്ഷേ ബെൻസിലിക് ഹൈഡ്രജൻ ഇല്ല, അതുകൊണ്ട് ഓക്സിഡേഷൻ നടക്കത്തില്ല. ഇവിടെയാണെങ്കിലും 2 N ബ്യൂട്ടൈലാണ് വന്നിരിക്കുന്നത്. സോ 1 2 3 N പ്രൊപ്പൈലാണ് വന്നിരിക്കുന്നു. സോ അവിടെ 2 ബെൻസിലിക് ഹൈഡ്രജൻ ഉണ്ട്. സോ ബെൻസോയിക് ആസിഡ് കിട്ടും. ഇവിടെ ബെൻസിലിക് ഹൈഡ്രജൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഇവർ ഓക്സിഡേഷൻ നടത്തുമ്പം ബെൻസോയിക് ആസിഡ് അല്ല തരുന്നത്. 2 ബെൻസീൻ ഉള്ളത് കൊണ്ട് 2 പേരും അവരുടെ കാർബോക്സിലിക് ആസിഡ് ഡെറിവേറ്റീവ് ആയിട്ട് മാറും. സോ ബെൻസോയിക് ആസിഡിനെ എനിക്കല്ല കിട്ടുന്നത്, എനിക്ക് വേറൊരു ഡെറിവേറ്റീവിനെയൊക്കെയാണ് കിട്ടുന്നത്. സോ അതുകൊണ്ട് ബെൻസോയിക് ആസിഡിനെ തരാൻ പറ്റുന്നവർ ആരൊക്കെയാണെന്ന് ചോദിക്കും. ഇതിനകത്ത് 1 2 3 4 5 5 പേരുണ്ട്. സോ 62 ഓപ്ഷൻ 4 വിൽ ബി എ കറക്റ്റ് ആൻസർ. 62 ഓപ്ഷൻ 4 വരും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The major product of the following reaction is. അപ്പോൾ ഏതൊരു ഹാലോ ആൽക്കീൻ, ബ്രോമോ ആൽക്കീൻ, ബെൻസീൻ റിംഗ് ഒക്കെ ഉണ്ട്. KOH ആയിട്ട് ട്രീറ്റ് ചെയ്ത് എക്സസ് ആണ്. എക്സസ് എന്ന് പറഞ്ഞതിന് കാരണം 2 ബ്രോമിന് എലിമിനേഷൻ നടക്കട്ടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ആൻഡ് കൺസിഡറിങ് ദ സൈറ്റ്സ് ഓഫ് എലിമിനേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ബ്രോമിൻ പോകുമ്പോൾ ദ മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡബിൾ ബോണ്ട് ഇസ് സപ്പോസ് ടു ബി യുവർ മേജർ പ്രോഡക്റ്റ്. സോ ഇവിടെ ഡബിൾ ബോണ്ട് വരുമ്പോഴും കൺസിഡറിങ് ദ നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസ് മേജർ പ്രോഡക്റ്റ് വിൽ ബി മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡബിൾ ബോണ്ട്. സോ ഈ ഡബിൾ ബോണ്ട് ആയിരിക്കും അവിടെ മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡബിൾ ബോണ്ട്. ആൻഡ് ഈ ബ്രോമിനെ സംബന്ധിച്ച് ഇവിടെ ഡബിൾ ബോണ്ട് വന്നാലും അതിന് ഒരേപോലെയാണ്. പക്ഷേ പ്രോഡക്റ്റ് സ്റ്റെബിലിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ഡബിൾ ബോണ്ടിനാണ് അപ്പുറം വരുന്ന ഡബിൾ ബോണ്ടിനെക്കാട്ടിലും തൊട്ടപ്പുറത്ത് വരുന്ന ഡബിൾ ബോണ്ടിനെക്കാട്ടിലും സാധ്യത കൂടുതൽ. വൈ? ബിക്കോസ് these double bonds are in conjugation with each other as well as it is in conjugation with the benzene ring. So benzene ringുമായിട്ടും അത് കോൺജുഗേഷന് വരും, as well as these 2 double bonds are already in conjugation with each other. And because of this conjugation extension, the stability of the molecule is going to be greater. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടാനായിരിക്കും ഇവിടെ സാധ്യത ഏറ്റവും കൂടുതൽ. ദ മേജർ പ്രോഡക്റ്റ് ഇസ് ഗോയിങ് ടു ബി ദിസ് വൺ. ആൻഡ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് ഇസ് ഗോയിങ് ടു ബി, ലെറ്റ് സ്റ്റാർട്ട് നമ്പറിങ്. സോ ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ ചെയിനിന് വേണം പ്രയോറിറ്റി കൊടുക്കാൻ. സോ ദിസ് ബെൻസീൻ റിംഗ് ഇസ് കൺസിഡർഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ആൻഡ് ദ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഷുഡ് ഗെറ്റ് ദ ലോവസ്റ്റ് ലോക്കൻറ്റ് ആഫ്റ്റർ ദിസ് മൾട്ടിപ്പിൾ ബോണ്ട് പ്രയോറിറ്റി.
സോ മൾട്ടിപ്പിൾ ബോണ്ട് പ്രയോറിറ്റി ആണ് ആദ്യം പോകേണ്ടത്. മൾട്ടിപ്പിൾ ബോണ്ട് പ്രയോറിറ്റി കഴിഞ്ഞിട്ടേ ബെൻസീൻ റിങ്ങിന് പ്രയോറിറ്റി ഉള്ളൂ. സോ യു ഹാവ് ടു സ്റ്റാർട്ട്. സോ യു ഹാവ് ടു ഗീവ് എ ലോവസ്റ്റ് ലോക്കൻ ആസ് പോസിബിൾ ഫോർ ദിസ് ഡബിൾ ബോണ്ട്. സോ ഇറ്റ്സ് ഗോണ ബി 1 2 3 4 5 6 7. So it's a 7 carbon atom chain with double bonds at the 2 and 4 position and a phenyl group at the second carbon atom. So the name of the compound is going to be 2-phenyl hepta 2,4-diene. 2-phenyl hepta 2,4-diene. 2-phenyl hepta 2,4-diene. Hepta 2,4-diene. So the correct name of the compound will be 2-phenyl hepta 2,4-diene. Option 4 will be your correct answer. 63. Option 4. 63. Option 4. Let's see the next question. So it's a statement type question. Given below are two statements. Statement 1. According to the law of octaves, the elements were arranged in the increasing order of their atomic numbers. Is that true? Law of octaves എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഒക്ടേവ് പറഞ്ഞ പ്രകാരം നോക്കുകയാണെങ്കിൽ ലോ ഓഫ് ഒക്ടേവ്സ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ന്യൂലാൻഡ്സ് ഒക്ടേവ് നോക്കുകയാണെങ്കിൽ എലമെൻറ്റ്സ് ആർ അറേഞ്ച് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് നമ്പേഴ്സ് അല്ലായിരുന്നു, മറിച്ച് അറ്റോമിക് മാസസ് ആയിരുന്നു അല്ലെങ്കിൽ അറ്റോമിക് വെയ്റ്റ്സ് ആയിരുന്നു അദ്ദേഹം എടുത്തത്. ഓക്കെ, സോ ന്യൂലാൻഡ് എടുത്തത് അറ്റോമിക് വെയിറ്റ് ആണ് റാദർ ദാൻ ദി അറ്റോമിക് നമ്പർ. അപ്പം അറ്റോമിക് നമ്പർ അല്ലായിരുന്നു അവിടെ വേണ്ടിയിരുന്നത്, അറ്റോമിക് വെയിറ്റ് ആയിരുന്നു വേണ്ടിയിരുന്നത്. സോ ഇത് സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കാം. ലോത മേയർ ഒബ്സർവ്ഡ് എ പീരിയോഡിക്കലി റിപ്പീറ്റഡ് പാറ്റേൺ upon plotting the physical properties of certain elements against their respective atomic weight. അത് നമുക്കറിയാം അല്ലേ. ലോത മേയർ പ്ലോട്ട് ചെയ്ത സാധനം എന്ന് പറയുന്നത് പീരിയോഡിക്കലി റിപ്പീറ്റഡ് പാറ്റേൺ upon plotting the physical properties like atomic volume, something else. So ഈ physical properties of certain elements against their respective atomic weight പ്ലോട്ട് ചെയ്തപ്പോഴാണ് കണ്ടത്. സോ ഇവർ പറഞ്ഞേക്കുന്ന അറ്റോമിക് നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതും ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റ്. സോ ബോത്ത് 1 and 2 ആർ ഇൻകറക്റ്റ്. ബോത്ത് 1 and 2 ആർ ഫോൾസ്. ഓപ്ഷൻ 4 വിൽ ബി യുവർ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. കൈനറ്റിക്സും ന്യൂക്ലിയർ ഡീക്കെ എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ എ ബാക്ടീരിയൽ ഗ്രോത്ത് ഇൻ എ സെൽ കൾച്ചർ, ദ ഗ്രോത്ത് law is very similar to the law of radioactive decay. ഗ്രോത്ത്, ഇവിടെ ഗ്രോത്തും വിച്ച് ഈസ് കമ്പയർഡ് വിത്ത് റേഡിയോ ആക്റ്റീവ് ഡീക്കേയുമാണ്. അപ്പോൾ ഒരിടത്ത് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുക, ഗ്രോത്ത് ആണെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നു, ഡീക്കേ ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഡിക്ലൈൻ ചെയ്യുന്നു. സോ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഗ്രാഫ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ടു റെപ്രസെൻറ്റ് ദ ബാക്ടീരിയൽ കോളനി ഗ്രോത്ത്? അപ്പോൾ നമുക്ക് ആ റേഡിയോ ആക്റ്റീവ് ഡീക്കേയുടെ എക്സ്പ്രഷൻ ഒന്ന് എഴുതി നോക്കാം. റേഡിയോ ആക്റ്റീവ് ഡീക്കേയുടെ എക്സ്പ്രഷൻ ആണെങ്കിൽ n ഈക്വൽ ടു n0 e raised to minus lambda t അല്ലെങ്കിൽ KT എന്ന് വരണം. ഓക്കെ, ലാംഡ ടി ഓർ KT എന്ന് വരണം. ഇത് ഡീക്കേ ആണെങ്കിലാണ്. പക്ഷേ നമ്മുടെ ബാക്ടീരിയൽ ഗ്രോത്ത് ആയതുകൊണ്ട് എക്സ്പോണൻഷ്യലി ഇത് കൂടുകയാണ് ചെയ്യുന്നത്. n0 e raised to KT എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്, കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ നെഗറ്റീവ് നമുക്ക് റിമൂവ് ചെയ്യാം. സോ n/n0 വിൽ ബി ഈക്വൽ ടു e raised to KT എന്ന് വരും. സോ നോക്കി, n/n0 പോകുന്നത് e raised to KT, ഒരു എക്സ്പോണൻഷ്യൽ ഗ്രാഫ് വിത്ത് എൻ ഇൻക്രീസ് ആണ്, എക്സ്പോണൻഷ്യൽ ഗ്രാഫ്. സോ അതൊരു പാരബോളിക് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും വരുന്നത്. സോ ഇതായിരിക്കും നിങ്ങളുടെ ഗ്രാഫ് വരുന്നത്. ഇത് ഇങ്ങനെ കൂടി പൊക്കോണ്ടിരിക്കുകയാണ്, പാരബോളിക് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും വരുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ 4. ഓപ്ഷൻ 4 ആയിരിക്കും നിങ്ങളുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4. 65th ഓപ്ഷൻ 4 വരും. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടു നോക്കാം. Which of the following is or are not correct with respect to the energy of atomic orbitals of hydrogen atom? So hydrogen atom ആണ് ഒരു 1 ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. 1 ഇലക്ട്രോൺ സ്പീഷ്യസിൻ്റെ ഓർബിറ്റലുകളുടെ എനർജി ആകെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു സാധനത്തെ മാത്രമാണ് ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നിനെ മാത്രമേ ഒരു 1 ഇലക്ട്രോൺ സ്പീഷ്യസിൻ്റെ ഓർബിറ്റലുകളുടെ അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ എനർജി ഇരിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ തന്നിരിക്കുന്ന പ്രകാരം 1s-നെക്കാട്ടിലും 2p-ക്ക് എനർജി കൂടുതലാണ്. കാരണം ശരിയാ, 1-നെക്കാട്ടിലും 2 കൂടുതലാണ്, 2-നെക്കാട്ടിലും 3 കൂടുതലാണ്, 3-യെക്കാട്ടിലും 4 കൂടുതലാണ്. സോ എന്നിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് എനർജി കൂടി വരും. സോ 1 ഇലക്ട്രോൺ സ്പീഷീസിനെ സംബന്ധിച്ച് A കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. A കറക്റ്റ് ആണ്. ആൻഡ് B നോക്കുകയാണെങ്കിൽ
1s-നേക്കാട്ടിലും എനർജി 2s-ന് കൂടുതൽ. 2s-നും 2p-ക്കും ഈക്വൽ എനർജിയാണ്. കാരണം എന്താ? 1 ഇലക്ട്രോൺ സ്പീഷീസിൻ്റെ അറ്റോമിക് ഓർബിറ്റലുകളുടെ എനർജി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞുള്ള ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല. അതുകൊണ്ട് 2s-നും 2p-യുടെയും എനർജീസ് ഈക്വൽ ആയിരിക്കും. 3s-ൻ്റെയും 3p-യുടെയും 3d-യുടെയും എനർജി ഈക്വൽ ആയിരിക്കും. 4s-ൻ്റെ 4p-യുടെ 4d-യുടെ 4f-ൻ്റെ എനർജി ഈക്വൽ ആയിരിക്കും. സോ അതുകൊണ്ട് ബി എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കറക്റ്റ്. സി പറയുന്ന 1s-നേക്കാട്ടിലും 2s കൂടുതലാണ്. പക്ഷേ 2s-നേക്കാട്ടിലും 2p കൂടുതലാവുമോ? ഇല്ല. 1 ഇലക്ട്രോൺ സ്പീഷീസിനെ സംബന്ധിച്ച് 2s-ഉം 2p-യും ഈക്വൽ ആയിട്ടാണ് വരേണ്ടത്. അപ്പോൾ സി ഇൻകറക്റ്റ് ആണ്. 1s-നേക്കാട്ടിലും 2s കൂടുതലാണ്. 2s-നേക്കാട്ടിലും 4s കൂടുതലാണ്. അവിടെ വരെ കറക്റ്റാണ്. പക്ഷേ 4s-നേക്കാട്ടിലും 3d-ക്ക് കൂടുതലാണോ? അല്ല. കാരണം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ 4s-നേക്കാട്ടിലും 3d-ക്ക് എനർജി കുറവായിരുന്നു വരേണ്ടിയിരുന്നത്. 4s-നേക്കാട്ടിലും 3d-ക്ക് എനർജി കുറവായിരുന്നു വരേണ്ടിയിരുന്നത്. സോ ഡിയും ഇൻകറക്റ്റ് ആണ്. സോ കറക്റ്റ് ഓപ്ഷൻസ് വിൽ ബി എ ആൻഡ് ബി. എ ആൻഡ് ബി ആയിരിക്കും കറക്റ്റായിട്ട് വരുന്നത്. സോ എ ആൻഡ് ബി ഒൺലി. സോ ഫോർത്ത് ഓപ്ഷൻ ആയിരിക്കും. ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, ഫോർത്ത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റായിട്ട് വരുന്നത്. ഫോർത്ത് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. 5 സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. Primary amines do not give the diazonium salt when treated with NaNO2 in acidic condition. അത് ശരിയാണോ? പ്രൈമറി അമീൻസ് മാത്രമേ അത് തരത്തുള്ളൂ. എസ്പെഷ്യലി ആരോമാറ്റിക് പ്രൈമറി അമീൻസ് മാത്രമേ ഡയസോണിയം സോൾട്ട് ഫോർമേഷൻ തരത്തുള്ളൂ. സോ അതാണ് ശരിക്കും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് പ്രൈമറി അമീൻസേ അല്ലെങ്കിൽ ആരോമാറ്റിക് പ്രൈമറി അമീൻസ് മാത്രമേ ഈ ഡയസോണിയം സോൾട്ട് ഫോർമേഷൻ തന്നെ തരത്തുള്ളൂ. സോ അങ്ങനെയെങ്കിൽ എ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അവർ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞില്ലേ, പക്ഷേ നമുക്കറിയാം പ്രൈമറി അമീൻസ് മാത്രമേ തരത്തുള്ളൂ. സോ എ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബി നോക്കാം. ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് പ്രൈമറി അമീൻസ് ഓൺ ഹീറ്റിംഗ് വിത്ത് ക്ലോറോഫോം ആൻഡ് എത്തനോളിക് KOH ഫോംസ് കാർബൈൽ അമീൻ. ശരിയാണ്. കാരണം കാർബൈൽ അമീൻ ടെസ്റ്റ് പ്രൈമറി അമീൻസിൻ്റെ ടെസ്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യുന്നതാണ്. സോ ഒരു ഫൗൾ സ്മെല്ലിംഗ് പോയിസണസ് ഗ്യാസ് ഫോം ചെയ്യാറുണ്ടായിരുന്നു. പ്രൈമറി അമീൻസ് ക്ലോറോഫോമും KOH-ഉമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? അവർ ഐസോസയനൈഡ് ഫോർമേഷൻ തരും. ഐസോസയനൈഡ് ഫോർമേഷൻ തരും. സോ ഐസോസയനൈഡ് ഒരു ഫൗൾ സ്മെല്ലിംഗ് പോയിസണസ് ഗ്യാസ് ആണ്. സോ ബി എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബി കറക്റ്റായിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സി നോക്കാം. സെക്കൻഡറി ആൻഡ് ടേർഷറി അമീൻസ്. സി വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഫോർത്ത് ഓപ്ഷൻ നമുക്ക് നോക്കാം. ബി വരുന്ന 3 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ബി വരുന്ന ഓപ്ഷൻ ഉണ്ട്, പക്ഷേ എ വരുന്നില്ല. എ ഇൻകറക്റ്റ് ആണ്. അപ്പം നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യാം. പിന്നുള്ളത് 1ഉം 4ഉം ആണുള്ളത്. 1ഉം 4ഉം. സോ സി നോക്കാം. സെക്കൻഡറി ആൻഡ് ടേർഷറി അമീൻസ് ഓൾസോ ഗീവ് കാർബൈൽ അമീൻ ടെസ്റ്റ്. ശരിയാണോ? അല്ല, ഒരിക്കലും അല്ല. പ്രൈമറി അമീൻസ് മാത്രമേ കാർബൈൽ അമീൻ ടെസ്റ്റ് തരത്തുള്ളൂ. അതായത് ദിസ് ഹൈഡ്രജൻസ്, 2 ഹൈഡ്രജൻസ് വേണം ഈ റിയാക്ഷൻ നടത്തണമെങ്കിൽ. സോ പ്രൈമറി അമീൻസ് മാത്രമേ കാർബൈൽ അമീൻ ഫോർമേഷൻ തരത്തുള്ളൂ. സെക്കൻഡറി അമീൻ കാർബൈൽ അമീൻ ഫോർമേഷൻ തരില്ല. സോ സി ഒരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ സി വരുന്ന ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എ വരുന്ന ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബി മാത്രം വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് 1 മാത്രം. അപ്പോൾ ഡിയുടെ നമുക്ക് ചെക്ക് ചെയ്യാം. ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്, ഇതിനെ വിളിച്ച പേരാണ് ദ ഹിൻസ്ബർഗ് റിയേജൻറ്റ്. അത് തന്നെയാണ് അവർ പറഞ്ഞേക്കുന്നത്. ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് ഈസ് നോൺ ആസ് ഹിൻസ്ബർഗ് റിയേജൻറ്റ്. അപ്പോൾ ശരിയാണ്, ഹിൻസ്ബർഗ്സ് റിയേജൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റാണ്. ആൻഡ് ഇ, tertiary amines react with the benzene sulfonyl chloride very easily. ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡുമായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ്. ആ കണ്ടൻസേഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ അമീൻസിൽ അറ്റ്ലീസ്റ്റ് 1 ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. നൈട്രജനിൽ അറ്റ്ലീസ്റ്റ് 1 ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. ടേർഷറി അമീൻ്റെ കേസിൽ ഹൈഡ്രജൻ ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു തരത്തിലെ കണ്ടൻസേഷനും നടക്കത്തില്ല. അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ടേർഷറി അമീൻസ് റിയാക്ട് വിത്ത് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് വെരി ഈസിലി. നടക്കുമോ? ഇല്ല, നടക്കത്തില്ല. സോ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആ ബി ആൻഡ് ഡി only. B and D only. First option മാത്രമേ കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. B and D only. ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ വരത്തുള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടു നോക്കാം. Given below are two statements. Statement 1ഉം Statement 2 ഒക്കെ തന്നിട്ടുണ്ട്. Statement 1ഉം Statement 2ഉം. Statement 1-നകത്ത് മീഥൈൽ സൈക്ലോപെൻറ്റൈനും പിന്നെ തന്നിരിക്കുന്നയാൾ 1 2 3 4 5 6 1 2 3. ഓക്കെ, സോ ഹെക്സ് 3-നെ തന്നിട്ടുണ്ട്. ഹെക്സ് 3-നും മീഥൈൽ സൈക്ലോപെൻറ്റൈനും.
അവർ തമ്മിലുള്ള റിലേഷൻ പറഞ്ഞിരിക്കുന്നത് ദീസ് ആർ ഐസോമറിക് കോമ്പൗണ്ട്സ്. അപ്പോൾ അത് ചെക്ക് ചെയ്യണമെങ്കിൽ മോളിക്കുലർ ഫോർമുലാസ് സെയിം ആണോ എന്ന് നോക്കണം. സ്ട്രക്ചറലി അതിപ്പോൾ ഡിഫറൻസ് വന്നിട്ടുണ്ട്. സ്ട്രക്ചറലി മോളിക്കുലർ ഫോർമുല സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ 3 ഹൈഡ്രജൻസ് ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. കൗണ്ട് ചെയ്ത് വരികയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആർ 6 ആൻഡ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ആർ 12. 2, 4, 6, 7, 10, 12. 12 hydrogen atoms are there. And in case of hexene, you know the formula C6H12, CnH2, and for alkene. So therefore both do have the same molecular formula. So different compounds with the same molecular formula can be considered as isomers. So statement 1 is correct. Statement 1 is correct. Statement 2, you are provided with an amine that will be 1, 2, 3, 4, 5. Pentan 1 amine, and there is 1, 2, 1, 2, 3. N-ethyl propan 1 amine. So first one is a primary amine and second one is a secondary amine. Primary amine and secondary amines. And primary amines and secondary amines are functional isomers. Their extent of hydrogen bonding, their chemical behavior, their acidic strength, all are different. So therefore these compounds can be considered as functional isomers. അപ്പോൾ ശരിയല്ലേ? Primary, secondary, tertiary amines are considered as functional isomers. So statement 2 correct ആണ്. So both 1 and 2 are correct. Both 1 and 2 are true. Both statement 1 and statement 2 are true. 69. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടു നോക്കാം. ഐഡന്റിഫൈ ദി ഇൻഓർഗാനിക് സൾഫൈഡ്സ് ദാറ്റ് ആർ യെല്ലോ ഇൻ കളർ. അതിൽ നമ്മൾക്ക് ഗ്രൂപ്പ് 2 കാറ്റയോൺസിനെ ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പ് 2 കാറ്റയോൺസിൽ നിങ്ങൾക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. ഗ്രൂപ്പ് 2-ൽ വരുന്നവരാണ് ലെഡ് സൾഫൈഡ്, ലെഡ്, കുപ്രിക്ക്, അതുപോലെ തന്നെ ആഴ്സീനിയസ്. ലെഡ്, കുപ്രിക്ക്, ആഴ്സീനിയസ്. ഇവരെ 3 പേരെ നോക്കുകയാണെങ്കിൽ ഇതിൽ ലെഡ് സൾഫൈഡും അതുപോലെ തന്നെ കുപ്രിക് സൾഫൈഡും ആഴ്സീനിയസ് സൾഫൈഡിനെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് 2A ആൻഡ് 2B. ഇതിൽ 2A ആണോ 2B ആണോ എന്നറിയാൻ നമ്മൾ ഒഴിക്കുന്നയാളാണ് അമോണിയം സൾഫൈഡ്. അതിൻ്റെ പേര് അങ്ങനെ തന്നെയാണ് പറയുന്നത്, സ്കീമിനകത്ത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ദ സോളിബിലിറ്റി ഈസ് ചെക്ക്ഡ് വിത്ത് ദിസ് യെല്ലോ അമോണിയം സൾഫൈഡ്. സോ അങ്ങനെയെങ്കിൽ ഇത് കറക്റ്റാണ്. എ കറക്റ്റായിട്ടുള്ള എക്ക് യെല്ലോ കളറാണുള്ളത്. കുപ്രിക് സൾഫൈഡ് ബ്ലാക്ക് കളറാണ്, ബ്ലാക്ക് കളേർഡ് പ്രസിപ്പിറ്റേറ്റ് ആണ്. പക്ഷേ ദിസ് ഇസ് ആഴ്സനിക് സൾഫൈഡ് യെല്ലോ കളറാണ്. അതുപോലെ തന്നെ ആഴ്സീനിയസ് സൾഫൈഡും ഉണ്ട് ഇവിടെ, അതും യെല്ലോ കളറാണ്. ആഴ്സീനിയസ് സൾഫൈഡ് യെല്ലോ കളറാണ്. ലെഡ് സൾഫൈഡ് ബ്ലാക്ക് കളറാണ്. അപ്പോൾ യെല്ലോ കളറുള്ള അമോണിയം സൾഫൈഡ് ഉണ്ട്, ആഴ്സനിക് സൾഫൈഡ് ഉണ്ട്, ആൻഡ് ആഴ്സീനിയസ് സൾഫൈഡ് ഉണ്ട്. സോ അങ്ങനെയെങ്കിൽ 70th ക്വസ്റ്റ്യൻ എത്ര പേരുണ്ട് യെല്ലോ കളറായിട്ട്? എ ഉണ്ട്, ഇ ഉണ്ട്, ഡി ഉണ്ട്. 2 വരും. 70th ക്വസ്റ്റ്യൻ ADE ഉണ്ട്. സെക്കൻഡ് ഓപ്ഷൻ വരും. 71st ക്വസ്റ്റ്യൻ ഓൺവേർഡ്സ് സെക്ഷൻ ബി ആണ്. ഇൻറ്റീജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രാക്ഷൻ ആണെങ്കിൽ നിയറസ്റ്റ് ഇൻറ്റീജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരുമായിരുന്നു. സോ ദ സ്പിൻ only magnetic moment mu value in Bohr magneton of the compound with the strongest oxidizing power among Mn2O3, TiO and VO is dash Bohr magneton. അപ്പോൾ ഇതിൽ ആദ്യം സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് പവർ ഉള്ള ആരാണ്, സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാണെന്ന് കണ്ടുപിടിക്കണം. അത് ഇവിടെ നിന്ന് തന്നെ എവിഡൻ്റ് ആണ്. Mn2O3 ആണ് ഇതിനെ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഒക്കെ അത് പറയുന്നുണ്ട്. Mn2O3 ആണ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ Mn2O3യുടെ കേസിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. സോ മാംഗനീസ് നിൽക്കുന്നത് 3d5 4s2 കോൺഫിഗറേഷനിൽ നിന്നും +3ലേക്ക് വരികയാണെങ്കിൽ അത് 3d4 ആവും. 3d4 4s0 ആവും. 4s0. സോ 3d4 ആകുന്ന സമയത്ത് 4 അൺപെയ്ഡ് ഇലക്ട്രോൺസ് കാണും. 4 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ ദ വാല്യൂ ഓഫ് n എന്ന് പറയുന്നത് 4 ആണ് വരുന്നത്. സോ സ്പിൻ only മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഫോമുല അപ്ലൈ ചെയ്യുകയാണെങ്കിൽ √n × n+2 വരും. സോ ദാറ്റ് വിൽ ബി √4 × 4+2 വരും. സോ 4 × 6 √24. സോ ദാറ്റ് വിൽ ബി 4.89 എന്ന് വരും. 4.89
4.89 വന്ന് കഴിയുമ്പോൾ 89 4.85 അല്ല 89 നിയറസ്റ്റ് ഇൻറ്റീജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 5. യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 5. സോ 71st ക്വസ്റ്റ്യൻ ആൻസർ 5 വരും. ആൻസർ 5 ബോമാഗ്നറ്റോൺ. 71st ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇൻറ്റീജർ ടൈപ്പിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് ഡേറ്റ. ദ ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓരോന്ന് എഴുതി നോക്കാം. ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ പ്ലസ് O2 ഗിവിങ് കാർബൺ ഡൈ ഓക്സൈഡ്. എല്ലാം ഗ്യാസ് ആണ്, ഞാൻ എഴുതുന്നില്ല, ഗ്യാസ് ആണ്. സോ ഗ്യാസ് ആകുമ്പം അതിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട് -393.5 കിലോ ജൂൾ പെർ മോൾ. ആൻഡ് ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ, സോ ഹൈഡ്രജൻ പ്ലസ് ഹാഫ് O2 ഗ്യാസുകളാണ് ഇത് രണ്ടുപേരും. സോ ഹൈഡ്രജൻ ഗ്യാസ്, ഓക്സിജൻ ഗ്യാസ്, പക്ഷേ ലിക്വിഡ് വാട്ടർ ഫോം ചെയ്യും. ഒരു മോൾ ലിക്വിഡ് വാട്ടർ ഫോം ചെയ്യുന്നു. സോ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ വിൽ ബി -286 കിലോ ജൂൾ പെർ മോൾ. ആൻഡ് ഹീറ്റ് ഓഫ് കമ്പഷൻ ഓഫ് ബെൻസീൻ, ഹീറ്റ് ഓഫ് കമ്പഷൻ ഓഫ് ബെൻസീൻ, ഒരു മോൾ ബെൻസീൻ കമ്പഷൻ നടക്കുന്നു, ഒരു മോൾ ബെൻസീൻ കമ്പഷൻ നടക്കുന്നു. ഓക്സിജൻ വേണം. സോ കമ്പഷൻ നടന്നു കഴിയുമ്പോൾ 6 കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് 3 H2O. So 12 plus 3 15. 15 by 2 oxygen. So that will be the combustion enthalpy of benzene. So that will be enthalpy of combustion. Standard enthalpy of combustion is -3267 kilojoule per mole. That's all provided in your question, but the thing you have been asked to find out is the heat of formation of benzene. അപ്പോൾ ഫോർമേഷൻ, ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓർ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ബെൻസീൻ കണ്ടുപിടിക്കണമെങ്കിൽ 6 കാർബണും 3 ഹൈഡ്രജൻ, 6 കാർബൺ ആൻഡ് 3 ഹൈഡ്രജൻ കമ്പൈൻസ് ടുഗദർ ടു ഫോം C6H6. ഇത് വേണം. ഈ ഇക്വേഷൻ്റെ എൻതാൽപ്പി കണ്ടുപിടിക്കണം. ഈ ഇക്വേഷൻ എൻതാൽപ്പി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇതിനെ ലേബൽ ചെയ്യാം. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 3 ആക്കി വെക്കുകയാണെങ്കിൽ 6 കാർബൺ ആറ്റംസ് വേണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഡു ഇസ് multiply equation number 1 with the 6 so that it will become 6 carbon solid. 6 carbon solid. So 6 carbon solid plus 6 O2 giving 6 CO2 gas. So the enthalpy of formation will be, ഒരു മോളിൻ്റെ ആയിരുന്നു -393.5. So now this value going to be 393 -393.5 multiplied by 6 times the original value. And അടുത്ത നിങ്ങൾക്ക് വേണ്ടത് ഹൈഡ്രജൻസ്, 3 moles of hydrogens വേണം. നിങ്ങൾക്ക് വേണ്ട ഇക്വേഷനകത്ത് 3 moles of hydrogens വേണം. സോ 3 moles of hydrogens വേണമെങ്കിൽ ഹൈഡ്രജൻ ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. സോ സെക്കൻഡ് ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദാറ്റ് ഇറ്റ് വിൽ ബി 3H2 plus 3/2 O2 giving 3H2O. ഒരു മോളിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആയിരുന്നു -286. So now you have multiplied it with 3. So that will be the enthalpy of combustion of 3 moles. So 3 multiplied by 286 kilojoule per mole. Kilojoule. Not per mole, kilojoule. That will be kilojoule. And now the product സൈഡിലാണ് എനിക്ക് ബെൻസീനെ വേണ്ടത്. പ്രോഡക്റ്റ് സൈഡ് ബെൻസീനെ വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 3നെ ഇൻവേഴ്സ് ചെയ്യണം. ഇക്വേഷൻ നമ്പർ 3നെ ഇൻവേഴ്സ് ചെയ്യണമെങ്കിൽ ഒരു മോൾ ബെൻസീൻ മതി. അപ്പോൾ അവിടെ ഒരു മോളേ ഉള്ളൂ. അപ്പോൾ ഇൻവേഴ്സ് ചെയ്താൽ മാത്രം മതി. 6 CO2 പ്ലസ് 3H2O ഗിവിങ് C6H6 പ്ലസ് 15/2 O2. അങ്ങനെയെങ്കിൽ എൻതാൽപ്പി റിയാക്ഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് +3267 കിലോജൂൾ പെർ മോൾ, കിലോജൂൾ എന്നായി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഇക്വേഷൻ ഫോമാറ്റിലേക്ക് വരും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ വേണ്ട ഇക്വേഷൻ ദാറ്റ് വിൽ ബി 6 കാർബൺ പ്ലസ് 3H2 ഗിവിങ് C6H6 നമുക്ക് വേണ്ട ഇക്വേഷനിലേക്ക് വരും. ബാക്കിയെല്ലാം കട്ടായി പോയിട്ട്
അങ്ങനെയെങ്കിൽ എൻതാൽപ്പി ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് -393.5 മൾട്ടിപ്ലൈഡ് ബൈ 6 പ്ലസ് -3 മൾട്ടിപ്ലൈഡ് ബൈ 286 നെഗറ്റീവ് ഉണ്ട്, അത് ഞാൻ നെഗറ്റീവ് അങ്ങനെ എടുത്തു പ്ലസ് 3267 വരും, പ്ലസ് 3267. ഇതെല്ലാം കൂടെ കൂട്ടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 48 എന്നാണ്. 48 കിലോ ജൂൾ എന്ന് കിട്ടും. 48 കിലോ ജൂൾ എന്ന് കിട്ടും. ദിസ് ഇസ് ദ ഹോൾ പിക്ചർ ഓഫ് ദ റിയാക്ഷൻ. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. അടുത്ത റിയാക്ഷൻ കണ്ടു നോക്കാം. 73. Question number 73. Electrolysis of 600 ml aqueous solution of NaCl for 5 minutes changes the pH of the solution to 12. The current in amperes used for the given electrolysis. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. NaClനെ ഇലക്ട്രോളൈസ് ചെയ്തു. NaClനെ ഡൈലൂട്ട് സൊല്യൂഷൻ ഓഫ് NaClനെ ഇലക്ട്രോളൈസ് ചെയ്തു. ഇലക്ട്രോളൈസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് NaOH കിട്ടും, ഹൈഡ്രജൻ ഗ്യാസിനെ കിട്ടും, ക്ലോറിൻ ഗ്യാസിനെ കിട്ടും. ആൻഡ് ഇവിടെ വന്ന pH ചേഞ്ച് പറഞ്ഞിട്ടുണ്ട്. pH ചേഞ്ച് ഇനിഷ്യലി ഉണ്ടായിരുന്ന pH 7 ന്യൂട്രൽ pH ആണ്, പക്ഷേ ഇത് ഇനിഷ്യലാണ്. ഫൈനലി വന്ന pH എന്ന് പറയുന്നത് 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈനൽ pH 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം H+ അയോൺ കോൺസെൻട്രേഷൻ ഇപ്പോൾ 10⁻⁻12 ആയി എന്ന് പറഞ്ഞു. H+ അയോൺ കോൺസെൻട്രേഷൻ 10⁻⁻12 ആയി എന്ന് പറഞ്ഞു. അപ്പോൾ OH- അയോൺ കോൺസെൻട്രേഷൻ വരാൻ പോകുന്നത് എത്രയായിരിക്കും? ഉറപ്പായിട്ടും 10⁻² ആയിരിക്കും. കാരണം H+ × OH- 10⁻14 നിൽക്കണം അറ്റ് 298 കെൽവിനിൽ. സോ OH- അയോൺ കോൺസെൻട്രേഷൻ 10⁻². അപ്പോൾ എനിക്ക് OH- അയോൺ കോൺസെൻട്രേഷൻ കയ്യിലുണ്ടെങ്കിൽ നമ്പർ ഓഫ് OH- അയോൺസ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമ്പർ ഓഫ് OH- അയോൺസ് എത്ര ml നോക്കി. കോൺസെൻട്രേഷൻ ഓഫ് OH- അയോൺസ് 10⁻² ആണെങ്കിൽ നമ്പർ ഓഫ് OH- അയോൺസ് 600 ml എനിക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അവിടെയാണ് അതിൻ്റെ ഐഡിയ കിടക്കുന്നത്. OH- അയോൺ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് OH- അയോൺസ് ഇൻ 1 ലിറ്റർ ആണ്, 1000 ml അപ്പോൾ 1000 ml 10⁻² ആണെങ്കിൽ 1 ml കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 10⁻²നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ 1 ml കണ്ടുപിടിക്കാൻ 10⁻²നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ടൊരു 600 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 600 ml കിട്ടി. 600 ml കിട്ടും. സോ അത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇവിടുത്തെ ഇത് ഈ രണ്ടും 10⁻² കൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ 6 × 10⁻³ എന്ന് കിട്ടും. ഇതായിരിക്കും നമ്പർ ഓഫ് OH- അയോൺസ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് OH- അയോൺസ് എന്ന് പറയുന്നത് 6 × 10⁻³ ആണ്. അങ്ങനെ നമുക്ക് ഇതിനകത്തേക്ക് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് അപ്ലൈ ചെയ്യാം. സോ ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ട്രാൻസ്ഫർ ചെയ്തതെന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് അല്ലേ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്, അവരായിരിക്കും നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് ചാർജ്. അപ്പോൾ ഒരു അയോൺ ക്യാരി ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മോൾ അയോൺ ക്യാരി ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മോൾ ഇലക്ട്രോൺ ക്യാരി ചെയ്യുന്നത് 1 ഫാരഡ് ആണെങ്കിൽ n മോൾ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ n മോൾ ഓഫ് അയോൺസ് ക്യാരി ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത് n ഫാരഡ് ആയിരിക്കും. സോ ദാറ്റ്ഫോർ ദാറ്റ് ക്വാണ്ടിറ്റി വിൽ ബി 6 × 10⁻³ ഫാരഡ് 96500 ആയിരിക്കും. 96500 ആയിരിക്കും. ഇതാണ് ക്വാണ്ടിറ്റി ഓഫ് ചാർജ്. ആ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ആരോട് ഇക്വേറ്റ് ചെയ്യാം? Q = ITയോട് ഇക്വേറ്റ് ചെയ്യാം. Q = ITയോട് ഇക്വേറ്റ് ചെയ്യാം. സോ ദിസ് ക്വാണ്ടിറ്റി 6 × 10⁻³ × 96500 വിൽ ബി ഈക്വൽ ടു I × T. I ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? I കണ്ടുപിടിക്കേണ്ടത്. സോ ടൈം പറഞ്ഞിട്ടുണ്ട് 5 minutes എന്ന് ക്വസ്റ്റിനോട് പറഞ്ഞിട്ട് 5 minutes. അപ്പോൾ മിനിറ്റ്സിലിട്ടാൽ പറ്റത്തില്ല, സെക്കൻഡ്സിലേക്ക് ആക്കണം. സോ 5 × 60 × I എന്ന് വരും. 5 × 60 × I. സോ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 6 × 10⁻³ × 96500 ഡിവൈഡഡ് ബൈ 5 × 60. ഒരു 0 ഒരു 0 ഒരു 6 ഒരു 6ഉം പോയി കഴിഞ്ഞു. 9650 ഡിവൈഡഡ് ബൈ 5 × 10⁻³ കറണ്ട്. അപ്പോൾ കറണ്ട് ചെയ്ത് വരുമ്പോൾ I think the value is somewhere around 1.93 amperes. 1.93 amperes. പക്ഷേ നിയറസ്റ്റ് ഇൻറ്റീജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിയറസ്റ്റ് ഇൻറ്റീജറിലേക്ക് ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 2 amperes. 2 amperes ആയിട്ട് അതിനെ എടുക്കാം. 2 amperes ആയിട്ട് എടുക്കാം. കോൺസെപ്ച്വലി സാധനം എളുപ്പമാണ്, പക്ഷേ അതൊന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള താമസമാണ്. മനസ്സിലാക്കി എടുക്കാനുള്ളൊരു താമസമാണ് അവിടെ വരുന്നത്. ഇതെങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്.
സോ 73rd ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് 2 amperes എന്ന് വരും. 2 amperes, നിയറസ്റ്റ് ഇൻറ്റീജർ 2 amperes. 74th ക്വസ്റ്റ്യൻ നോക്കാം. 74th. A group 15 element forms a d-pi bond with a transition metal. അപ്പോൾ d-pi bond ഫോം ചെയ്യണമെങ്കിൽ d ഓർബിറ്റൽസ് വേണം. അപ്പോൾ ഫോസ്ഫറസ് തൊട്ട് താഴോട്ടുള്ളവർക്കൊക്കെ d-pi ബോണ്ട് കാണിക്കാൻ പറ്റും. ഫോസ്ഫറസ് തൊട്ട് താഴോട്ടുള്ളവർക്ക് ഗ്രൂപ്പ് 15 ആണ്. അപ്പോൾ ഫോസ്ഫറസ്, ആഴ്സനിക്, ആൻറ്റിമണി, ബിസ്മത്ത്. ഫോസ്ഫറസ്, ആഴ്സനിക്, ആൻറ്റിമണി, ബിസ്മത്ത്. ഫോസ്ഫറസ്, ആഴ്സനിക്, ആൻറ്റിമണി, ബിസ്മത്ത് വരും. ഇറ്റ് ഓൾസോ ഫോംസ് ഹൈഡ്രൈഡ്സ്. അപ്പോൾ ഇവരെല്ലാം ഹൈഡ്രൈഡ് ഫോം ചെയ്യും. Which is a strongest base among the hydride of other group members that forms a d-pi bond. അപ്പോൾ d-pi ബോണ്ട് ഫോം ചെയ്യുന്നവരിൽ ഈ ഹൈഡ്രൈഡിന് സ്ട്രോങ്ങസ്റ്റ് ബേസ് ആയിരിക്കും. അപ്പോൾ താഴോട്ട് പോകുന്നവരും അസിഡിക് ബിഹേവിയർ കൂടുന്നത് കൊണ്ട് തന്നെ മേലെയുള്ളവർക്കായിരിക്കും സ്ട്രോങ്ങസ്റ്റ് ബേസിക് ക്യാരക്ടർ ഉള്ള ആൾ. സോ അതുകൊണ്ട് തന്നെ സ്ട്രോങ് ബേസ് ആയിട്ടുള്ള ആൾ pH3 ആണ്. pH3. അങ്ങനെയെങ്കിൽ ആ എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പറാണ്, ഫോസ്ഫറസിൻ്റെ അറ്റോമിക് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. ഫോസ്ഫറസിൻ്റെ അറ്റോമിക് നമ്പർ മറ്റൊന്നുമല്ല 15. ഫോസ്ഫറസിൻ്റെ അറ്റോമിക് നമ്പർ 15 വരും. 74th ക്വസ്റ്റ്യൻ 15. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓർ സ്പീഷ്യസ് ഫ്രം ദ ഫോളോയിങ് വിച്ച് വിൽ ബി പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ. പാരാമാഗ്നറ്റിക് നേച്ചർ കാണിക്കണമെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഒരെണ്ണമെങ്കിലും ഉണ്ടായിരുന്നാൽ മതി. ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് പാരാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കാനായിട്ട് പറ്റും. അങ്ങനെയെങ്കിൽ O2 നമുക്കറിയാം, മോളിക്കുലർ ഓർബിറ്റൽ തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ O2 ഒരു 16 ഇലക്ട്രോൺ സ്പീഷ്യസ് ആണ്. സോ സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, 14+ ഇലക്ട്രോൺ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ആദ്യം സിഗ്മ 2pz2 വരും. സോ 2, 4, 6, 8, 10. ദെൻ പൈ 2px ഈക്വൽ ടു പൈ 2py. സിംഗിളി ഒക്കുപ്പൈ ചെയ്തു 12, ഡബ്ല്യു ഒക്കുപ്പൈ ചെയ്തു 14. പിന്നെ വരുന്നത് ഹയർ എനർജി ലെവലായിട്ടുള്ള പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py. 14 ഇലക്ട്രോൺസ് ഓൾറെഡി ആയതുകൊണ്ട് തന്നെ പിന്നെ ഉള്ളത് സിംഗിളി ഒക്കുപ്പൈഡ് ആയിട്ട് നിൽക്കത്തുള്ളൂ. സിംഗിളി ഒക്കുപ്പൈഡ്. സോ സിംഗിളി ഒക്കുപ്പൈഡ് ആയി. സോ ഓരോ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ O2 എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. O2 പാരാമാഗ്നറ്റിക്. O2+ എന്ന് പറയുമ്പോഴേക്കും ഒരു ഇലക്ട്രോണിനെ കളഞ്ഞു. അപ്പോഴും ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ അത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഇനി O2- ആയി, അതായത് നേരത്തെ ഉണ്ടായിരുന്ന O2-നകത്തേക്ക് ഒരു ഇലക്ട്രോണെ കൂടെ ആഡ് ചെയ്തു. അപ്പോഴും ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ നിൽപ്പുണ്ട്. സോ ദാർഫോർ അതും പാരാമാഗ്നറ്റിക്. NO എന്ന് പറയുന്ന ആളുടെ MO എഴുതി നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇലക്ട്രോൺസ് കൂട്ടുമ്പോൾ തന്നെ നമുക്കറിയാം നൈട്രജനകത്തുള്ള ഇലക്ട്രോൺസ് 7ഉം ഓക്സിജനകത്തുള്ള ഇലക്ട്രോൺസ് 8ഉം രണ്ടും കൂടെ കൂട്ടുമ്പോഴേക്കും 15 ഇലക്ട്രോൺസ് വരും. 15 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോഴേക്കും എങ്ങനെ പോയാലും ഒരു ഇലക്ട്രോണ് പെയറിംഗ് ഇല്ലാതെ നിൽക്കും. കാരണം ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് ആയതുകൊണ്ട് ഒരു ഇലക്ട്രോൺ പെയർഡ് അല്ലാതെ നിൽക്കും. സോ ദാർഫോർ അൺപെയ്ഡ് ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക്. NO2-ൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ NO2-ൻ്റെ കേസിൽ 7 ഇലക്ട്രോൺസ് ഫ്രം ദ നൈട്രജൻ, 8 ഇലക്ട്രോൺസ് ഫ്രം ദി ഓക്സിജൻ ആൻഡ് അനദർ 8 ഇലക്ട്രോൺസ് ഫ്രം ദി ഓക്സിജൻ. സോ 8 8 16 7 23. 23 ഇലക്ട്രോൺസ് ആതെ. സോ 23 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോഴേക്കും അവിടെയും ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. സോ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഡെഫിനറ്റ്ലി വിൽ ബി ദയർ. അറ്റ്ലീസ്റ്റ് 1 അൺപെയ്ഡ് ഇലക്ട്രോൺ വിൽ ബി ദയർ. സോ അതുകൊണ്ട് തന്നെ അതും അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളതാണ്. കാർബൺ മോണോക്സൈഡിനെ നോക്കുകയാണെങ്കിൽ കാർബൺ 6 ഇലക്ട്രോൺ സ്പീഷ്യസ്, ഓക്സിജൻ 8 ഇലക്ട്രോൺ സ്പീഷ്യസ്. സോ ഓവറോൾ 14 ഇലക്ട്രോൺ സ്പീഷ്യസ്. 14 ഇലക്ട്രോൺ സ്പീഷ്യസ് ആവുന്ന സമയത്ത് നമ്മുടെ കോൺഫിഗറേഷനിൽ ഒരു ചെറിയ ചേഞ്ച് ഒക്കെ വന്നിട്ട് അവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസേ ഇല്ലാതെ വരും. നോ അൺപെയ്ഡ് ഇലക്ട്രോൺസ്. നമ്മുടെ SP മിക്സിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കോൺഫിഗറേഷനിൽ ഒരു ചെറിയ ചേഞ്ച് വരും. സോ നോ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആയിരിക്കും. കാർബൺ മോണോക്സൈഡിൻ്റെ കേസിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ല. നോ പാരാമാഗ്നറ്റിക് ബിഹേവിയർ. K2NiCl4 നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ നിക്കൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ 3D8 കോൺഫിഗറേഷനിൽ നിൽക്കുന്നു. 3D8 കോൺഫിഗറേഷനിൽ നിൽക്കുമ്പം ക്ലോറിൻ ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ പെയറിങ് നടക്കത്തില്ല. പെയറിങ് നടക്കാതെ നിൽക്കുന്നതുകൊണ്ട് 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ്. There will be 2 unpaired electrons, and because of the 2 unpaired electrons, the species potassium tetrachlorido nickel 2. That's correct, right? So ആ കോംപ്ലക്സ് എന്ന് പറയുന്ന ആള് ഒരു പാരാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്ന ആളാണ്. പാരാമാഗ്നറ്റിക് അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് തന്നെ. ആൻഡ് ദിസ് സ്പീഷ്യസ് ഇദ്ദേഹത്തെ നോക്കുകയാണെങ്കിൽ കൊബാൾട്ട് X ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് 0,
ഇത് -1 ആണ്. സോ 3 ക്ലോറിൻ ഉണ്ട്. സോ കൊബാൾട്ട് +3 ഓക്സിഡേറ്റീവ് സ്റ്റേറ്റ്. കൊബാൾട്ട് +3 D6 ആയിരിക്കും. D6 ആണ്, ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. മിക്ക ലിഗാൻഡുകളും സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യും. സോ ഇത് ഞാനൊന്ന് റബ്ബ് ചെയ്യുകയാണേ, എഴുതാനിടയിലാകും. സോ കൊബാൾട്ട് D6 ആണ്, ഒക്ടാഹെഡ്രൽ ആണ്. മിക്ക ലിഗാൻഡുകൾ എക്സെപ്ഷൻസ് ഉണ്ട്. സോ മിക്ക ലിഗാൻഡ്, ഇപ്പോൾ അമോണിയ ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിരിക്കും ഈ ഒരു കേസിൽ. സോ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ 6 ഇലക്ട്രോൺസിനെ ഫോഴ്സ്ഫുള്ളി പിടിച്ച് പെയർ ചെയ്യിപ്പിച്ച് കളയും. ഫോഴ്സ്ഫുള്ളി പിടിച്ച് പെയർ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ 2 ഓർബിറ്റൽസ് വേക്കൻറ്റ്, അത് പൊക്കോട്ടെ. ദെയർ ഈസ് നോ അൺപെയ്ഡ് ഇലക്ട്രോൺസ്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആരും തന്നെ ഇല്ല. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ലാതെ വരുമ്പോൾ അവർ പാരാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കത്തില്ല, മറിച്ച് ഡയാമാഗ്നറ്റിക്കേ കാണിക്കത്തുള്ളൂ. ആൻഡ് K2NiCN4, K2NiCN4ൻ്റെ കേസ് വരുമ്പോൾ നിക്കല്, ഇവിടെയും നിക്കല് +2 ഓക്സിഡേറ്റീവ് സ്റ്റേറ്റ് ആണ്. D8 കോൺഫിഗറേഷന് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട്. സയനൈഡ് എന്ന് പറയുന്ന ആളൊരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. ഫോഴ്സ്ഫുള്ളി പെയറിങ് നടത്തിക്കും. അങ്ങനെ ഫോഴ്സ്ഫുള്ളി പെയറിങ് നടത്തിച്ചു. D8 കോൺഫിഗറേഷനെ പിടിച്ച് ഫോഴ്സ്ഫുള്ളി പെയർ ചെയ്യിപ്പിച്ചു. D8നെ ഫോഴ്സ്ഫുള്ളി പെയർ ചെയ്യിപ്പിച്ചപ്പം അവിടെ there is no unpaired electrons left. So therefore the species will behave as a diamagnetic one. പാരാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കാൻ പറ്റത്തില്ല, എല്ലാവരും പെയർഡ് ആയിപ്പോയി. സോ പാരാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കാനായിട്ട് പറ്റത്തില്ല. സോ അങ്ങനെ നമ്പർ ഓഫ് സ്പീഷ്യസ് ദാറ്റ് ക്യാൻ എക്സിബിറ്റ് ദിസ് പാരാമാഗ്നറ്റിക് ബിഹേവിയർ വിൽ ബി O2 ഉണ്ട്, O2+ ഉണ്ട്, O2- ഉണ്ട്, NO ഉണ്ട്, NO2 ഉണ്ട്, ദെൻ നിക്കൽ, ദെൻ NiCl4, K2NiCl4 ഉണ്ട്, and there is no one. So 75th question answer will be, I hope it's 6 വരും. 6 പേരായിരിക്കും പാരാമാഗ്നറ്റിക് ബിഹേവിയർ ഉള്ളത്. അങ്ങനെ 25 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. സോ വി ഹാവ് ഫിനിഷ്ഡ് ദീസ് ക്വസ്റ്റ്യൻസ്. സോ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. അതുപോലെ എക്സാം നിങ്ങൾക്ക് നന്നായിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ വരും JEE മെയിൻ എക്സാമിനേഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു സ്കോറിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. സോ സ്റ്റഡി വെൽ, സ്റ്റഡി ഹാർഡ്, ടേക്ക് കെയർ, ബൈ. Brilliant Study Center, India's #1 coaching center for NEET and JEE.